ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത്രമാത്രം നരച്ച എൻ്റെ മുടിയിലേക്ക് വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഒരു ഡൈ ഉപയോഗിച്ചപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള ഉറപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്നും വീഡിയോ എടുത്തില്ല. പക്ഷേ വീട്ടിലുണ്ടാക്കിയ മറ്റേത് ഡൈ തേച്ചതിനേക്കാളും വളരെ നല്ല റിസൾട്ടാണ് എനിക്കിത് ഉപയോഗിച്ചപ്പോൾ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. താല്പര്യമുള്ളവർ ചെയ്തു നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എൻ്റെ മുടിക്കുണ്ടായ മാറ്റം കണ്ടില്ലേ? വസന്തി സൂപ്പർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 സ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണിത്. കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി വളരെ ഷോർട്ടായിട്ട് എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണിത്. എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്നറിയണമെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം. ചീനച്ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം കടുക് ഇട്ട് കൊടുക്കുക. പിന്നീട് ലോ ഫ്ലെയിമിൽ വേണം കടുക് വറുത്തെടുക്കാനായിട്ട്. നരച്ച മുടിയെ എങ്ങനെ കറുപ്പിക്കണം എന്നുള്ളത് ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. കഴിയുന്നതും കെമിക്കൽ ഡൈ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ഡൈ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടുക്കളയിലെ ഈ കടുക് ചേർത്തുള്ള ഡൈ ഉപയോഗിക്കുന്നത് കൊണ്ട് കറുപ്പ് നിറം ലഭിക്കുന്നതിന് പുറമെ മുടിക്ക് നല്ല ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട്. മുടിയുടെ അളവിനനുസരിച്ചിട്ട് വേണം കടുക് എടുക്കാനായിട്ട്. വറുക്കുമ്പോൾ തീ ഒരുപാട് കത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. കടുക് പൊട്ടി പുറത്തേക്ക് തെറിച്ച് പോകുന്നുണ്ടെങ്കിൽ ഒരടപ്പ് വെച്ച് മൂടുന്നത് നന്നായിരിക്കും. കടുക് ഏകദേശം പൊട്ടിക്കഴിയാറാവുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. കരിഞ്ജീരകത്തിൻ്റെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. കരിഞ്ജീരകം ചേർക്കുന്നത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. നല്ല കറിവേപ്പില തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. കരിഞ്ജീരകവും കറിവേപ്പിലയും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ മുടിക്കും കണ്ണിനും തലക്കും ഒക്കെ വളരെ നല്ലതാണ്. കറിവേപ്പില കൈകൊണ്ട് പൊടിക്കാൻ പറ്റുന്നൊരു പരുവമാകുമ്പോൾ തീ ഓഫാക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് വളരെ മിനുസത്തോടെ പൊടിച്ചെടുക്കാം. വളരെ നൈസായിട്ട് പൊടിച്ചെടുത്താൽ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. ജാറിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ വറുത്തെടുത്ത കടുകും കരിഞ്ജീരകവും കറിവേപ്പിലയും ഒക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ബ്രൗൺ കളറിലാണ് ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമ്മുടെ മുടിയിൽ തേക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും പൊടി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. പൊടി ഒന്ന് കുഴയാൻ പാകത്തിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതായത് നമ്മൾ തലയിൽ തേച്ചാൽ ഒഴുകി വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടി ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ച് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ ബ്രൗൺ കളർ മാറി നല്ല കറുത്ത കളറായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കലാപരിപാടി. ഇനി ധൈര്യമായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം. എത്രത്തോളം റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആദ്യം തലവേദന എടുക്കുമെന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമ്മളിതിൽ നെല്ലിക്കയോ മൈലാഞ്ചിയോ നീലമരിയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുടിക്ക് എത്രത്തോളം കറുപ്പ് നിറം ലഭിക്കും എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഒരു പരീക്ഷണം ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ മുടിയിൽ ഇതുപോലുള്ള ഡൈ ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ തേച്ച് തരാൻ വേണം. എങ്കിൽ മാത്രമേ തലയുടെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ മുടിയുടെ എല്ലാ ഭാഗത്തും ഈ ഡൈ എത്തുകയുള്ളൂ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എണ്ണമയം തീരെ ഇല്ലാത്ത മുടിയിൽ വേണം ഇത് തേക്കാനായിട്ട്. ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഏകദേശം 1.5-2 മണിക്കൂറോളം തലയിൽ വെച്ചിരിക്കണം. അതിനുശേഷമേ കുളിക്കാൻ പാടുള്ളൂ. പിന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. ഏകദേശം ആഴ്ചയിൽ ഒരു 4 തവണയെങ്കിലും തേച്ച് നോക്കണം. ഞാൻ കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത്. മുടിയുടെ എല്ലാ ഭാഗത്തും
മാക്സിമം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് ഞാനത് കഴുകിക്കളഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയുടെ നിറം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. മൈലാഞ്ചിയും നെല്ലിക്കയും നീലവിലയൊക്കെ ചേർത്ത ഡൈ തേച്ചപ്പോഴൊന്നും എനിക്ക് ഇത്രയധികം നിറം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ യൂസിൽ തന്നെ മുടിയുടെ വെള്ള കളർ മൊത്തം പോയി കിട്ടിയില്ലേ. പിന്നെ വേറൊരു കാര്യം, തല തോർത്താനായിട്ട് ഒരിക്കലും വെള്ള തോർത്ത് ഉപയോഗിക്കരുത്. കുറച്ച് പഴയ തോർത്ത് വേണം ഉപയോഗിക്കാനായിട്ട്. കാരണം തോർത്തിനും കുറച്ച് കളറൊക്കെ പിടിക്കുമല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, സന്തോഷം.